നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കൊറോണ വ്യാപനം നൽകിയ തിരിച്ചടികൾക്ക് പിന്നാലെ കൂടുതൽ നിബന്ധനകളാണ് അധികൃതർ മുന്നോട്ട് വയ്ക്കുന്നത്. എന്നാൽ ഇതൊന്നും പ്രവാസികൾക്ക് താങ്ങാൻ കഴിയുന്നതല്ല എന്നാണ് പല റിപ്പോർട്ടുകളിൽ നിന്നും കാണുവാൻ സാധിക്കുന്നത്. അതായത് സൗദിയിൽ ഏർപ്പെടുത്തിയ ലെവിയും സൗദിവത്കരണവും കാരണം രാജ്യം വിട്ട വിദേശികളുടെ എണ്ണം 10 ലക്ഷം കവിഞ്ഞിരിക്കുകയാണ്. ഇത് രാജ്യത്തുള്ള ആകെ വിദേശ തൊഴിലാളികളുടെ 10% വരുമെന്നാണ് പറയപ്പെടുന്നത്. 2018 മുതൽ വിദേശികൾക്ക് ലെവി ഏർപ്പെടുത്തിയത് മുതലാണ് കൊഴിഞ്ഞുപോക്ക് ആരംഭിച്ചിരിക്കുന്നത്. കോവിഡും കൂടിയായതോടെ കൊഴിഞ്ഞുപോക്കിന് ആക്കം കൂടിയിട്ടുണ്ട്. എന്നാൽ ഇക്കാലയളവിൽ സ്വകാര്യ മേഖലയിൽ സ്വദേശികളുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. കൂടുതൽ അവസരങ്ങൾ സൗദികൾക്ക് ലഭിച്ചതായും കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. 2017 അവസാനത്തിൽ 3.16 ദശലക്ഷമായിരുന്ന സ്വദേശികളുടെ എണ്ണം ഇപ്പോൾ 3.34 ദശലക്ഷമായി വർദ്ധിച്ചിരിക്കുകയാണ്. കൊഴിഞ്ഞുപോക്കിനിടയിലും പുതിയ അവസരങ്ങൾ തേടി വിദേശികൾ സൗദിയിലെത്തുന്നത് തുടരുന്നുണ്ട്. പ്രതിസന്ധിയുണ്ടെങ്കിലും ഇപ്പോഴും 25 ലക്ഷത്തോളം ഇന്ത്യക്കാർ സൗദിയിലുണ്ട്. ഇതിൽ പകുതിയിലേറെയും മലയാളികളാണ്. പുതിയ വൻകിട പദ്ധതികളിൽ അവസരം തേടി രാജ്യത്തെത്തുന്ന പ്രവാസികളാണ് കൂടുതലും ഉള്ളത്. അതേസമയം രാജ്യത്ത് സ്വദേശികൾക്കിടയിലെ തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരം കണ്ടെത്തുന്നതിനായി സ്വകാര്യ മേഖലയിൽ സ്വദേശിവൽക്കരണം നടപ്പിലാക്കുന്നതിനുള്ള പദ്ധതികളുമായി സൗദി ഭരണകൂടം മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി അടുത്ത 2 മാസത്തിനകം മാർക്കറ്റിംഗ് ജോലികളിൽ 5000 സൗദി പൗരന്മാരെ സ്വകാര്യ മേഖലയിലെ ജോലികളിൽ പ്രവേശിപ്പിക്കുന്നതിനുള്ള നടപടികൾ കൈക്കൊണ്ടതായി മനുഷ്യവിഭവ സാമൂഹിക വികസന മന്ത്രാലയ വക്താവ് സൗദ് അൽ ഹമാദ് അറിയിച്ചിട്ടുണ്ട്. ഇതോടെ മേഖലയിലെ കൂടുതൽ പ്രവാസികൾക്ക് ജോലി നഷ്ടമാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. സ്വകാര്യ മേഖലയിലെ മാർക്കറ്റിംഗ് മേഖലയിൽ ചുരുങ്ങിയത് 12,000 സൗദികൾക്ക് തൊഴിൽ ലഭ്യമാക്കാനാണ് മന്ത്രാലയം തീരുമാനിച്ചിരിക്കുന്നതെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇതിന്റെ ആദ്യഘട്ടമെന്ന നിലയിലാണ് 2 മാസത്തിനകം 5000 പേർക്ക് തൊഴിൽ നൽകുന്നത്. മികച്ച തൊഴിൽ വൈദഗ്ധ്യം ആവശ്യമായി ഈ മേഖലയിൽ കൂടുതൽ സൗദികൾ കടന്നുവരേണ്ടതുണ്ടെന്നും സൗദി ടെലിവിഷനിലെ സൗദി സ്ട്രീറ്റ് എന്ന പരിപാടിയിൽ സംസാരിക്കവേ മന്ത്രാലയ വക്താവ് പറഞ്ഞു. രാജ്യത്തിന്റെ മത്സരാധിഷ്ഠിത കമ്പോളത്തിന് അനുയോജ്യമായ രീതിയിൽ സ്വദേശികളെ വാർത്തെടുക്കുന്നതിനാവശ്യമായ പരിശീലന പരിപാടികൾ പുരോഗമിക്കുകയാണെന്നും മാർക്കറ്റിംഗ് ജോലികളിലേക്ക് കൂടുതൽ സൗദികളെ പരിശീലിപ്പിച്ചെടുക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. അതേസമയം രാജ്യത്ത് നിതാഖാത്ത് നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി സ്വദേശിവൽക്കരിച്ച തൊഴിൽ മേഖലകളിൽ വിദേശികളെ ജോലിക്ക് വയ്ക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടി മന്ത്രാലയം സ്വീകരിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഘട്ടം ഘട്ടമായി സ്വദേശിവൽക്കരണ പദ്ധതി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി ഓരോ സ്ഥാപനങ്ങളിലെയും ജീവനക്കാരുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ നിശ്ചിത ശതമാനം പേർ സൗദികൾ ആയിരിക്കണമെന്ന് വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. ഇത് പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് കണ്ടെത്തുന്നതിനുള്ള പരിശോധനകൾ കർശനമാക്കുന്നതായിരിക്കും. നിയമലംഘനങ്ങൾ കണ്ടെത്തുന്ന സ്ഥാപനങ്ങൾക്കെതിരെ പിഴ ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.